ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിറന്റ് വിത്ത് SCRT SS. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ SCRT സിലബസ് പ്രകാരമുള്ള 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് യൂണിറ്റ് 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും ജിയോഗ്രഫി പാഠഭാഗമാണ്. ഇതുവരെയുള്ള 5 യൂണിറ്റുകളും 8ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 10ലെയും എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. 8ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 യൂണിറ്റുകൾ ഹിസ്റ്ററിയും പിന്നീട് ജിയോഗ്രഫി, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ് പാഠഭാഗങ്ങളും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തൊരു ജിയോഗ്രഫി പാർട്ടാണ്. നോക്കാം. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ, കോളാർ സ്വർണ്ണഖനി. ഈ ചിത്രം എന്തിനെ കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണ് കോളാർ സ്വർണ്ണഖനി. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറികം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി. അപ്പോൾ ആരാണ് ഈ ഒരു സ്വർണ്ണഖനി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭവ ഭൂവിനിയോഗ ഭൂപടം തയ്യാറാക്കിയത്? ആരാണ്? 1804 ജോൺ വാറൻ എന്ന വ്യക്തിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഭൂപടം നിർമ്മിച്ചത് അല്ലേ. അപ്പോഴാണ് കർണാടകത്തിലെ ഉറികം എന്ന ഗ്രാമം എങ്ങനെ പ്രശസ്തമായത്? സ്വർണത്തിൻ്റെ നാടായി പ്രശസ്തമായത്. KGF കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് അല്ലേ. KGF എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. അപ്പോൾ KGF എങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ളത് അല്ലേ? അതൊരു ഫിലിമാണ്. അതിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇവിടെ KGF എന്ന് പറയുന്നത് ഗോൾഡ് ഫീൽഡാണ് അല്ലേ, കോളാർ ഗോൾഡ് ഫീൽഡ്. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, സ്വർണം എന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ളത് അല്ലേ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്വർണ്ണഖനിയാണ് ഏത്? KGF. ഏതാണ്, എവിടെയാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ കർണാടകം സംസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും സ്വർണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1880 മുതൽ 1956 വരെയുള്ള 70 വർഷ കാലയളവിൽ ഇന്ത്യയിലെ ഈ ഒരു സ്വർണ്ണഖനിയിൽ നിന്ന് മാത്രം 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ KGF എന്ന് പറയുന്ന ഗോൾഡ് മൈൻസ് ഫീൽഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ കർണാടകയിലാണ് എന്നുള്ളതൊന്ന് ഓർത്തുവെക്കുക. സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം, ഔഷധ നിർമ്മാണം, ആഭരണ നിർമ്മാണം അല്ലേ. നമുക്ക് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, നമുക്ക് ഏവർക്കും അറിയുന്നത് ആഭരണ നിർമ്മാണമാണ് അല്ലേ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? വെള്ളി, ചെമ്പ്, അലുമിനിയം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡെയിലി ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നവയാണ്. സ്വർണം, ഇരുമ്പ്, വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാക്കുന്നത്. ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വായു, ജലം, മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. നമുക്ക് ഏതൊക്കെ സാധനങ്ങളെയാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത്? സ്വർണം, ഇരുമ്പ്, വെള്ളി, അതുപോലെ വായു, ജലം, മണ്ണ് ഇവയൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നവയാണ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം.
നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യമായിട്ടുള്ള ഏതൊരു വസ്തുവിനെയും വിഭവമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണം ജലം, വായു, മണ്ണ്. മാത്രമല്ല അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണ് ഭൗതിക വസ്തുക്കൾ, എന്താണ് അഭൗതിക വസ്തുക്കൾ എന്നുള്ളതാണ്. ഭൗതിക വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ സാധിക്കുന്ന, നമുക്ക് തൊട്ടറിഞ്ഞ് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏതൊന്നിനെയും നമുക്ക് ഭൗതിക വസ്തുക്കൾ എന്ന് പറയാം. സ്പർശിച്ച് കണ്ടറിഞ്ഞ് അറിയാൻ സാധിക്കുന്ന ഒന്നിനെ ഭൗതിക വിഭവം എന്നും അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ എന്നും അല്ലാത്തവയെ അഭൗതിക വസ്തുക്കൾ എന്നും പറയുന്നു. ഓക്കെ, മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം. ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെ മാനവ വിഭവം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു വസ്തുവിനെയും നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അല്ലേ. അതുപോലെ മാനവ വിഭവം എന്ന് പറയുന്നത് നോക്കൂ, മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണി, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള മാനവ വിഭവം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നേറാൻ സാധിക്കും അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വസ്തുക്കളെ പല വിഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നതാണ്. ക്ലിയർ? മാനവ വിഭവം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യൻ്റെ കഴിവുകളെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മാനവ വിഭവം എന്ന് വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തരംതിരിക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന വസ്തുക്കളും ഉണ്ട്. അങ്ങനെ ഇവയെ എത്രയായി തരംതിരിക്കുന്നു? 2. പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. ഉദാഹരണം വായു, ധാതുക്കൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇരുമ്പ്, സ്വർണം പോലുള്ള ധാതുക്കൾ നമ്മൾക്ക് കുഴിച്ചെടുക്കാൻ സാധിക്കുന്നവയാണ്. ഇവയെ നമുക്ക് എന്ത് പറയാം? പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയാം. മനുഷ്യനിർമ്മിത വിഭവങ്ങൾ മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിഭവങ്ങളെയാണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം റോഡ്, യന്ത്രങ്ങൾ. പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും ഒരേ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത്? നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്നവയാണോ? നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്നവയാണോ? അല്ല. എല്ലാ സ്ഥലത്തും ഒരുപോലെ ലഭ്യമാകുന്ന വിഭവങ്ങളാണോ ഉള്ളത്? അല്ല. ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യയിൽ കർണാടകയിൽ നിന്നും നമുക്ക് KGF പോലുള്ള ഗോൾഡ് ഖനികളിലെ നമുക്ക് അവിടെ നിന്നും സ്വർണം കുഴിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് നമുക്കറിയാം കേരളത്തിൽ ചാലിയാർ നദീതീരങ്ങളിൽ സ്വർണത്തിൻ്റെ നിക്ഷേപം അല്ലെങ്കിൽ സ്വർണ്ണത്തരികളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ എല്ലായിടത്തും സ്വർണം നമുക്ക് കുഴിച്ചെടുക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. ഇപ്പോൾ വെള്ളം, ജലം എന്ന് പറയുന്നത് ഒരു വിഭവമാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അതൊരുപോലെ ലഭ്യമാകണമെന്നില്ല. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ലഭിക്കണം എന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇവയുടെ ഉപയോഗവും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പരിമിതപ്പെടുത്തണം. എല്ലായിടത്തും ലഭ്യമല്ല, ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നു. പണ്ടൊക്കെ തീവണ്ടികൾ, ട്രെയിനുകൾ കൽക്കരി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അല്ലേ. പിന്നീട് അത്
ഇന്ധനത്തിലേക്ക് മാറുന്നു, ഇപ്പോൾ അത് ഇലക്ട്രിക്കായി മാറുന്നു. അപ്പോൾ ഈ കൽക്കരിയൊക്കെ നമുക്കറിയാം ഒരുപാട് കാലം ഭൂമിക്കടിയിൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ വഴി മണ്ണടിഞ്ഞു പോയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് കാലം ഭൂമിക്കടിയിൽ കിടന്നുകൊണ്ട് പിന്നീട് നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്നവയാണ് കൽക്കരി എന്ന് പറയുന്നത് അല്ലേ. ഇവ ഉപയോഗിക്കും തോറും എന്ത് ചെയ്യും? തീർന്നു പോകും അല്ലേ. ഭാവി തലമുറയിലേക്ക് കൂടി നമുക്കത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മളതെന്ത് ചെയ്യണം? നമ്മുടെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ പഞ്ചസാര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം കരിമ്പ് ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം വലിച്ചെടുത്തുകൊണ്ട് വളർന്നു വരുന്നൊരു വൃക്ഷമാണ് അല്ലേ. അപ്പോൾ ഇവിടെ കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കുഴൽക്കിണറുകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെയും ശുദ്ധജല ലഭ്യത അല്ലെങ്കിൽ ജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങളൊക്കെയും ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നവയാണ്. ഓക്കെ, ക്ലിയർ. ഇനി എന്താണ് പ്രകൃതി വിഭവങ്ങളുടെ പ്രത്യേകത? എന്താണ്? എല്ലായ്പ്പോഴും ഒരുപോലെ ലഭ്യമാകണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലഭിക്കണമെന്നില്ല. ഓക്കെ, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും വ്യത്യസ്തമാണ്. പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തരംതിരിക്കാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയുണ്ട്, അതായത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവയും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവയും എന്നിങ്ങനെ നമുക്ക് ഇവയെ പ്രകൃതി വിഭവങ്ങളെ രണ്ടായി തരംതിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ അഥവാ റിന്യൂവബിൾ റിസോഴ്സസ്, ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സിമ്പിളാണ്, അതായത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നവയാണ്, നമുക്ക് ഉപയോഗത്തിന് ശേഷം വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവയാണ്. നമുക്ക് പറയാം സൗരോർജ പാനലുകൾ അല്ലേ, സൂര്യപ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലൈറ്റുകൾ അല്ലേ, സൗരോർജ പാനലുകൾ വഴി നമ്മളിപ്പോൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയൊക്കെ നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവയാണ്. അതുപോലെ കാറ്റ് അല്ലേ, കാറ്റ് ഉപയോഗിച്ച് നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തിരമാല, ഇവയൊക്കെയും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ്, നമുക്കിവയെ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നവയാണ്. അടുത്തത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അഥവാ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ പെട്രോൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെട്രോൾ എന്ന് പറയുന്നത് പല വസ്തുക്കൾ ഭൂമിക്കടിയിൽ അടിഞ്ഞ് അവ ഇത്തരത്തിലുള്ള വിഭവങ്ങളായി മാറിയവയാണ്. ഇവ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവയെ നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. ഇത്തരം വിഭവങ്ങളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അഥവാ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം. ഓക്കെ, ഇനി സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. സമ്പൂർണ്ണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെ, സിയാൽ. പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഓക്കെ, ഇതൊരു സൗരോർജ വിമാനത്താവളമാണ്, സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ്. അപ്പോൾ സൗരോർജം എന്ന് പറയുന്നത് ഏതാണ്? റിന്യൂവബിൾ ആണോ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണോ? അതെ, റിന്യൂവബിൾ അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ഇവയെ രണ്ടും വേർതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ മുംബൈ ഹൈ, ബോംബെ ഹൈ
എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് നോക്കൂ. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ് ഇത്. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC ആണ്. അപ്പോൾ പെട്രോൾ, എണ്ണ ഖനനം അല്ലേ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ്. ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, കുറച്ച് വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ജലം, ലോഹങ്ങൾ, സൗരോർജം, കൽക്കരി, കാറ്റ്, പെട്രോളിയം. തന്നിരിക്കുന്ന വിഭവങ്ങളിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണ്? ജലം, സൗരോർജം, കാറ്റ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ ലോഹങ്ങൾ, കൽക്കരി, പെട്രോളിയം. സിമ്പിളാണ് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്നവയും പിന്നീട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവയുമാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. നമുക്ക് എത്രയും ഉപയോഗിക്കാം, അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ. വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും പിന്നീട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിഭവങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങളതൊന്ന് പട്ടികപ്പെടുത്തി തന്നെ പഠിക്കുക. ഓക്കെ. മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ? ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഏതൊക്കെയാണ്? ഇരുമ്പ്, ചെമ്പ് പോലുള്ള വിഭവങ്ങൾ നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവയാണ്. ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങൾ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ. ഇവ ഇരുമ്പ്, അലൂമിനിയം പോലുള്ള ധാതുക്കൾ നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ അവ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത്? നോക്കൂ. ധാതുക്കൾ, മിനറൽസ്, പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസ ഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയവ. ഓക്കെ. ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതായത് പ്രകൃതിയിൽ രൂപപ്പെട്ടവയാണ് അല്ലെ, ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അതായത് രാസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ കൊണ്ടൊക്കെയും ഭൂമിക്കടിയിൽ ചിലപ്പോൾ ഉരുൾപൊട്ടലോ ഭൂകമ്പമോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിക്കടിയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇത് ഒരുപാട് കാലം ഭൂമിക്കടിയിൽ നിലനിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന വസ്തുക്കളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയിട്ടുള്ളവ. ഇത്തരം ധാതുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ പിന്നീട് രൂപമാറ്റം വരുത്തേണ്ടതുണ്ട് അല്ലേ? മറ്റേതെങ്കിലും വസ്തുക്കളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉൽപ്പാദിപ്പിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് ഉപയോഗയോഗ്യമാകുന്നത്. ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു, ഓർ. ഈ അയിരിനെ വിവിധ സംസ്കരണ പ്രക്രിയകളിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഖനനം, മൈനിങ് എന്നുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തു പറയുന്നത്? ഖനനം എന്ന് പറയുന്നത്. ഖനനത്തെ ഉപരിതല ഖനനം, ഭൂഗർഭ ഖനനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തു പറയുന്നത്? ഖനനം എന്ന് പറയുന്നത്. ഭൂമിക്കടിയിൽ നിന്നാകാം അല്ലെങ്കിൽ ഉപരിതലത്തിൽ നിന്നാവാം. ഇങ്ങനെ കുഴിച്ചെടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഖനനം എന്ന് പറയുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന നമ്മുടെ അയിര് അല്ലേ, ലോഹങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ സ്വർണം അല്ലെ, സ്വർണത്തിൻ്റെ അയിര് ഓർ നമ്മൾ
കുഴിച്ചെടുക്കുന്നുണ്ട്. സ്വർണ്ണത്തരികളാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് അതേപടി ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. അവ പിന്നീട് അവയിൽ നിന്നും ലഭിച്ചിട്ടുള്ള മാലിന്യങ്ങളിലെ പൊടി പടലങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ അവ ഖനനത്തിലൂടെ ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സംസ്കരണ പ്രക്രിയയിലൂടെ അതിൻ്റെ അയിര് സ്വർണ്ണത്തരി നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. അത് പിന്നീട് ആഭരണങ്ങളോ മറ്റു വസ്തുക്കളോ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തന്നിരിക്കുന്ന ധാതുക്കളിൽ നിന്നും ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കളെ തിരിച്ചറിയുക. പെട്രോളിയത്തിൽ എന്തില്ല? ലോഹത്തിൻ്റെ അംശമില്ല. ഇരുമ്പയിര്, ബോക്സൈറ്റ് എന്നിവയിൽ ലോഹത്തിൻ്റെ അംശം ഉണ്ട്. ഇതിൽ നിന്നും ചില ധാതുക്കളിൽ ലോഹത്തിൻ്റെ അംശമുള്ളതായി തിരിച്ചറിഞ്ഞില്ലേ? അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ ധാതുക്കളെ നമ്മൾ എത്രയായി തരംതിരിക്കുന്നുണ്ട്? 2ആയി തരംതിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഖനനം വഴി നമുക്ക് ഭൂമിക്കടിയിൽ നിന്നോ അല്ലെങ്കിൽ ഉപരിതല ഖനനത്തിലൂടെയോ ലഭിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ധാതുക്കളെ നമുക്ക് അതിൻ്റെ ഭൗതികമായ സവിശേഷതകളോട് കൂടിയിട്ട് 2ആയി തരംതിരിക്കാൻ സാധിക്കും. അവയാണ് ലോഹധാതുക്കൾ ആൻഡ് അലോഹധാതുക്കൾ എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളും ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നവയാണ്? ലോഹധാതുക്കളുടെ ഭാഗമായി വരുന്നതാണ്. തന്നെ അലോഹധാതുക്കളിലെ ജൈവധാതുക്കളും ഉണ്ട്, അജൈവധാതുക്കളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോഹധാതുക്കൾ പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിനുദാഹരണമാണ്. ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതായത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന അലൂമിനിയം എന്ന് പറയുന്നത് ഏതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നവയാണ്. അപ്പോൾ ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കൾ കടുപ്പമുള്ളതും തിളക്കമുള്ളതും ആയിരിക്കും. ഇവയിൽ നിന്ന് പിന്നീട് പല വിധങ്ങളായിട്ട് ഉപയോഗയോഗ്യമാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അഥവാ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത് ചാരനിറത്തിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമുള്ളവയാണ്, ഭാരം കൂടുതലുള്ളവയായിരിക്കും. അതായത് കനമുള്ള ധാതുക്കളായിരിക്കും. ഇവയ്ക്ക് കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കും. അതായത് ഇരുമ്പിൻ്റെ അംശമുള്ള വസ്തുക്കളെയെല്ലാം ഇതിലേക്ക് ആകർഷിക്കും. അതുപോലെ തന്നെ ഇവ കാണപ്പെടുന്നത് ചാരനിറത്തിൽ ആണ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങൾ അല്ലെങ്കിൽ നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത് വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമില്ലാത്തവയാണ്, താരതമ്യേന ഭാരം കുറവുള്ളവ ആയിരിക്കും. അപ്പോൾ ഇരുമ്പ് കനം ഉള്ളതാണ്, അത് ഇല്ലാത്തത് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളായിരിക്കും. അപ്പോൾ ഇവ രണ്ടും ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത കോളം നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും അല്ലേ? നോക്കൂ, ചാരനിറത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളോ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവമുള്ളവയാണ്, കാന്തിക സ്വഭാവമില്ലാത്തവയാണ്. ഭാരം കൂടുതലാണ്, താരതമ്യേന എന്താണ്? ഭാരം കുറഞ്ഞവയാണ്. ഇനി ഇരുമ്പയിരുകൾ. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4ആയി തരംതിരിക്കാം. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഇരുമ്പയിരുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ഇരുമ്പയിര് ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ്. ഇവ കാണപ്പെടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ്. ഹേമറ്റൈറ്റ് ഇരുമ്പയിരാണ്. ലിമോണൈറ്റ്, സിഡറൈറ്റ് ഇവയൊക്കെയും ഇരുമ്പിൻ്റെ അംശമുള്ള അല്ലെങ്കിൽ ഇരുമ്പയിരിൻ്റെ 4 വകഭേദങ്ങളാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക.
ഇനി നമുക്ക് പറയാനുള്ളത് നോൺ മെറ്റാലിക് മിനറൽസ് അഥവാ അലോഹ ധാതുക്കളെ കുറിച്ചാണ്. ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹ ധാതുക്കൾ എന്ന് പറയുന്നു. അലോഹ ധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവായിരിക്കും. എന്തൊക്കെ കുറവായിരിക്കും? കനം കുറവായിരിക്കും, തിളക്കം കുറവായിരിക്കും, വഴക്കം അല്ലെ വളയുന്ന രീതിയിലൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും. ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജൈവിക ഘടകങ്ങൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലേ. ജൈവധാതുക്കളെ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്കടിയിൽ ഉരുൾപൊട്ടലിൻ്റെയോ ഭൂകമ്പത്തിൻ്റെയോ ഒക്കെ ഏതെങ്കിലും കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭൂമിക്കടിയിൽ ഇത്തരത്തിലുള്ള മരങ്ങൾ, ജന്തുജാലങ്ങളൊക്കെ ഒരുപാട് കാലം കിടന്ന് അത് രൂപാന്തരം പ്രാപിച്ച് ഉണ്ടാകുന്ന രീതിയെ നമുക്ക് പെട്രോളിയം, കൽക്കരി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളായി കണക്കാക്കാൻ സാധിക്കുന്നു. അജൈവധാതുക്കൾ ഇത്തരത്തിലുള്ള വസ്തുക്കളെ അല്ലാതെ രൂപാന്തരം പ്രാപിക്കുന്ന വസ്തുക്കളെ അജൈവധാതുക്കൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നോക്കൂ, തന്നിരിക്കുന്ന ലോഹധാതുക്കളുടെയും അലോഹധാതുക്കളുടെയും ഉപയോഗം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കും. ലോഹധാതുക്കളും ഉപയോഗവും. ഇരുമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കെട്ടിട നിർമ്മാണം. സ്വർണം നമ്മൾ പ്രധാനമായിട്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആഭരണ നിർമ്മാണം. ചെമ്പ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? വൈദ്യുത ഉപകരണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അലോഹധാതുക്കളുടെ ഉപയോഗം ഗ്രാഫൈറ്റ്, പെൻസിൽ നിർമ്മാണം, പെട്രോള് വാഹനങ്ങളിലൊക്കെ നമ്മൾ ഇന്ധനമായി ഉപയോഗിക്കുന്നു. കളിമണ്ണ് ചെറുപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അതുപോലെ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങളുടെ വിതരണത്തെ പരിചയപ്പെടാം. അതായത് ഇന്ത്യയിൽ പല വിധത്തിലുള്ള ധാതുക്കൾ, ലോഹധാതുക്കളാകാം, അലോഹധാതുക്കളാകാം, ഇവ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ഇവ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. അവ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ ധാതു വിഭവങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഭൂപടം തരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ സ്ഥാനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതല്ല എങ്കിൽ നമുക്ക് ഇവ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. പറയാൻ കാരണം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഭൂപടത്തിൻ്റെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം വരാറുണ്ട്. ഔട്ട്ലൈൻ മാപ്പ് മാത്രമാണ് തരുന്നത്. അവയിൽ നമുക്ക് ഈ സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ അത് ഏത് സംസ്ഥാനമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതിന് കൃത്യമായിട്ട് PSC സ്റ്റുഡൻസ് ആയാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഗ്രീൻ കളറിൽ കാണുകയാണെങ്കിൽ ആസ്പെറ്റോസ് ആണ്. ബോക്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൽക്കരി, ചെമ്പ്, ഡോളമൈറ്റ്, സ്വർണം, ജിപ്സം, ഇരുമ്പ്, ലെഡ്, സിങ്ക്, ചുണ്ണാമ്പ് കല്ല്, മാംഗനീസ്, മൈക്ക, പെട്രോളിയം, മറ്റു പ്രകൃതി വാതകങ്ങൾ. ഇവയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ധാതു വിഭവങ്ങളാണ്. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവ ഇല്ല. നോക്കൂ, നമ്മുടെ കേരളത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, സ്വർണം, അതുപോലെ തന്നെ ഇരുമ്പ്. ഇവ മൂന്നുമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ ഏതൊക്കെയാണ് ഉള്ളത്? മൈക്ക, പിന്നെയോ ജിപ്സം, പിന്നെയോ ബോക്സൈറ്റ്, ഇരുമ്പ് അല്ലേ. ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും നമുക്ക് ലഭ്യമായിട്ടുള്ള ധാതു വിഭവങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കണം. നമുക്കിവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഭൂപടത്തിൽ നിന്നും പ്രധാന ധാതുക്കളെയും അവ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളെയും കണ്ടെത്തുക. സ്വർണം മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടകം, ജാർഖണ്ഡ് അല്ലേ. അതുപോലെ ഇരുമ്പ്
നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്. കേരളം, തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ഓക്കെ. കൽക്കരി എവിടെയൊക്കെയാണ് എന്ന് നോക്കൂ. കൽക്കരിയുടെ ചിഹ്നം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണ്? ജസ്റ്റ് ഇങ്ങനെ ബ്ലാക്ക് ഗ്രൗണ്ടാണ് അല്ലേ. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ട്? കാശ്മീരിലുണ്ട്. പിന്നെയോ ഇരുമ്പ് രാജസ്ഥാനിലും കൂടിയുണ്ട് കേട്ടോ. കാശ്മീർ, അരുണാചൽ പ്രദേശ്, അസം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഓക്കെ. കൽക്കരി ഇത്രയും സംസ്ഥാനങ്ങളിലാണുള്ളത്. കാശ്മീർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, അസം. ഓക്കെ. മാംഗനീസ് എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്? ഒരു പ്ലസ് ചിഹ്നമാണ് അല്ലേ. അതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? കർണാടകം, മഹാരാഷ്ട്ര, ഒഡീഷ, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇത്രയും സംസ്ഥാനങ്ങളിൽ നമുക്ക് ഏത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്? മാംഗനീസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഭൂപടം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂപട വിശകലനം നടത്തുന്നത്. കൃത്യമായിട്ടുള്ള സംസ്ഥാനങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1 ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 2 ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.